ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡൈൻ മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ചുക്കയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ചിക്കൻ ചുക്ക എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മാരിനേഷൻ തയ്യാറാക്കണം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്ത സവാള. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ തൈര്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, 1/2 ടീസ്പൂൺ ഫെന്നൽ പൗഡർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് ചിക്കൻ നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ആദ്യമായിട്ട് ഞാൻ സവാള ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ തൈര്, കറിവേപ്പില, ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മസാല പൗഡറുകൾ ഓരോന്നായി നമുക്ക് ചേർക്കാം. ഇവിടെ ഞാനിത് 1/2 കിലോ ചിക്കന് കണക്കാക്കിയിട്ടുള്ള മസാല പൗഡറുകളാണ് എടുത്തിട്ടുള്ളത്. നമ്മളെടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് ഈ പൊടികളുടെ അളവിലും വ്യത്യാസം വരും. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഈ മാരിനേഷൻ 1 മണിക്കൂർ നേരം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ ചിക്കനിലോട്ട് മസാലകളെല്ലാം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണിത്. ഇനി നമുക്ക് ചിക്കൻ ചുക്ക തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 2 പച്ചമുളക്, 1 സവാള, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ എന്നിവയാണ് എടുത്തിട്ടുള്ളത്. പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഡയറക്റ്റായി ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇവിടെ ഞാനിങ്ങനെ ഉള്ളിയിട്ട് വഴറ്റിയതിന് ശേഷമാണ് ചെയ്യുന്നതെന്ന് മാത്രം. ഈ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റ് സമയമാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം അടച്ചു വയ്ക്കാൻ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മളിതിലോട്ട് എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിലാണ് ഇത് വേവുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കണ്ടല്ലോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.